ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ്. നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ നമ്മൾ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പാഡഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ഇതൊരു നോർമലായിട്ടൊരു കട്ടിങ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് 1 മീറ്റർ തുണി എടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു അളവ് വേണമല്ലോ. അതിന് നമ്മുടെ കയ്യിലുള്ള ഒരു അളവ് ബ്ലൗസ് എടുത്ത് ഇതുപോലെ അളവ് പിടിക്കുക. അപ്പോൾ അളവ് നമ്മുടെ ശരീരത്ത് പിടിച്ചു എടുക്കാം. നമുക്കൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് വെച്ചും തയ്ക്കാം. അപ്പോൾ അതിനായിട്ടൊരു നമ്മുടെ പെർഫെക്റ്റ് അളവുള്ളൊരു ബ്ലൗസ് എടുത്ത് ഇതുപോലെ നിവർത്തി ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ചുളിവുകളൊക്കെ മാറ്റി ഒന്ന് അയൺ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അയൺ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അയൺ ചെയ്ത് വൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അളവെടുക്കാൻ പറ്റും. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ, അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ലെങ്ത് മേളിൽ ഷോൾഡർ തൊട്ട് താഴോട്ട് നമ്മൾ ലെങ്ത് പിടിച്ചിട്ടുണ്ട്. ആദ്യം 14 ഇഞ്ച്. അപ്പോൾ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അത് കഴിഞ്ഞ് താണ്ട് ഇതുപോലെ 1 ഇഞ്ച് വണ്ണം എടുക്കാം. ഈ കൈക്കുഴിയുടെ ഭാഗം തൊട്ട് ഇപ്പുറത്തെ കൈക്കുഴിയുടെ ഭാഗം വരെയാണ് അളന്ന് എഴുതി വെക്കുക. നിങ്ങൾ എടുക്കുന്ന അളവ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇതുപോലെ താണ്ടെ ഞാൻ ഈ ചെയ്യുന്ന കൃത്യമായിട്ട് ഇതുപോലെയുള്ള അളവുകൾ എടുത്ത് നിങ്ങൾ എഴുതി വെക്കുക ഒരു പേപ്പറിൽ. അല്ലെങ്കിൽ അപ്പോൾ എടുത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഈ പോയിൻ്റ് കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് താണ്ടെ ഷോൾഡർ ഭാഗം തൊട്ട് ഈ ഒരു പോയിൻ്റഡ് ഏരിയ വരുമല്ലോ, നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ പോയിൻ്റഡ് ഏരിയ വരുന്ന ആ ഒരു ഭാഗം വരെയുള്ള അളവാണ് എടുത്തത്. അത് മിക്കവർക്കും 9.5 ഇഞ്ചായിരിക്കും. പിന്നെ ചിലരിലൊക്കെ വ്യത്യാസവും വരാം. പിന്നെ കഴുത്തകലം താണ്ടി ഇതുപോലെ 2 കഴുത്തുകൾ തമ്മിൽ ഇങ്ങനെ മലർത്തി വെക്കാതെ കറക്റ്റായിട്ട് പിടിച്ച് വേണം അളവെടുക്കാൻ. ആ ഒരു അളവ് എടുത്ത് എഴുതി വെക്കുക. പിന്നെ താണ്ടെ ഷോൾഡറിൻ്റെ ഇങ്ങനെ ഒരു അളവും കൂടി എടുത്ത് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഇതിന് ശേഷം കൈയുടെ ലെങ്ത്ത് അളക്കാം. സ്ലീവ് ലെങ്ത്താണ് ഈ അളക്കുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിൽ നമ്മൾ അഡീഷണൽ ഇടും കേട്ടോ. സ്ലീവ് ലെങ്ത്തൊക്കെ മടക്കി അടിക്കാനും തയ്യൽ തുമ്പിനും ഒക്കെ വേണ്ടി നമ്മൾ അഡീഷണൽ ഇടും. അത് തയ്ക്കുമ്പോൾ ഞാൻ തുണി വെട്ടുന്ന സമയത്ത് പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ കൈക്കുഴി ഇങ്ങനെയാണ് അളവെടുക്കുന്നത്. ഇവിടുന്ന് താപ്പോട്ട് വെച്ചിട്ട് ഈ ഒരു കറക്റ്റ് പോയിൻ്റ് വരുന്ന ഭാഗം ഇതുപോലെ തിരിച്ച് ഇങ്ങനെ ഒന്ന് നോക്കണം. അപ്പോൾ ദാണ്ടെ കൈക്കുഴിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവ് ബ്ലൗസിൻ്റെ ഏതുപോലാണ് അത്രയും പിടിച്ച് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ദാണ്ടിത് ദാണ്ടെ കൈയുടെ ഇങ്ങനെയുള്ള ഒരു അളവും കൂടി ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ദാണ്ടെ ബാക്കി ദാണ്ട് ഈ ഒരു കൈയുടെ ദാണ്ട് ഈ ഒരു ഭാഗത്തെയും അളവെടുത്ത് എഴുതി വെക്കുക. ഇതുപോലെ ഈ ഒരു ഭാഗത്തെയും കൈയുടെ ഈ ഒരു ഭാഗത്തെയും അളവെടുത്ത് ഇതുപോലെ എഴുതി വെക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ താഴ്ഭാഗത്തെയും ഈ ഒരു വണ്ണവും കൂടി ഒന്ന് വേസ്റ്റ് വണ്ണവും കൂടി ഒന്ന് എഴുതി വെക്കുക. കറക്റ്റായിട്ട് അളന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു സാരി ബ്ലൗസിൽ നിന്നും മെയിനായിട്ട് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ തുണി 2ആയിട്ട് മടക്കി, ഒരു സൈഡിൽ നിന്ന് 2ആയിട്ട് മടക്കി, മൊത്തത്തിൽ വേണ്ട ഒരു സൈഡിൽ നിന്ന് 2ആയിട്ട് ഇതുപോലെ മടക്കി ഒന്നിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട വണ്ണത്തിൻ്റെ പകുതി എടുത്ത് ആദ്യം ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ദാണ്ടെ 14 ഇഞ്ച് 14 നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു അളവിനനുസരിച്ച് ലെങ്ത് ഇടുക. അപ്പോൾ ദാണ്ട് ഇതുപോലെ ലെങ്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ദാണ്ട് ഈ അടയാളപ്പെടുത്തുന്നത് കഴുത്ത് അകലമാണ്. നമ്മുടെ ബ്ലൗസിൽ നിന്ന് എത്രയാണ് കഴുത്തകലം എടുത്തതെന്ന് വെച്ചാൽ അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുക. കഴുത്തകലത്തിൻ്റെ പകുതി മാർക്ക് ചെയ്താൽ മതി. നമ്മൾ തുണി മടക്കിയിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത ഷോൾഡറിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ വരച്ച് മാർക്ക് ചെയ്ത് എടുക്കാം. അതിനുശേഷം കഴുത്തിൻ്റെ ഒരു ഇറക്കമാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം ഞാനിവിടെ ഒരു 7.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ 8 ആണെങ്കിൽ 8, 7 ആണെങ്കിൽ അങ്ങനെ അതനുസരിച്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ ഒരു കൈക്കുഴി മാർക്ക് ചെയ്യുക. നമ്മളെല്ലാം ബ്ലൗസിൽ അളക്കുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തുണിയിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക. നമ്മൾ എപ്പോഴായാലും കുറച്ച് കഴുത്തായാലും ഏത് ഭാഗമായാലും അങ്ങ് ഒരുപാട് വെട്ടി അങ്ങ് മലർത്തി വെട്ടാതെ എല്ലാം ഒന്ന് ഇച്ചിരി കുറച്ച് വെട്ടിയാലും കുഴപ്പമില്ല. നമുക്ക് ഓരോ ഭാഗം തയ്ച്ച് വരുമ്പോൾ എവിടെയൊക്കെ അധികം കിടക്കുന്നതെന്ന് ഒന്ന് തുണി നമ്മുടെ അളവ് ബ്ലൗസ് ഇതോട്ട് പിടിച്ച് നോക്കി മാച്ച് ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഇപ്പോൾ കഴുത്തായാലും ഇറക്കി വെട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് മലർന്നൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ബോറായിരിക്കും, വൃത്തിയിടാവും. അപ്പോൾ അതനുസരിച്ച് എല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒക്കെ വെട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ആദ്യം ബാക്ക് പീസ് വെട്ടുന്നവരുണ്ട്, കൈ വെട്ടുന്നവരുണ്ട്, ഫ്രണ്ട് പോർഷൻ വെട്ടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന ആദ്യം ബാക്ക് പോർഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു തുണി എടുത്ത് അടുത്ത് മടക്കിയിട്ട ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷനും കൂടി നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. ബ്ലൗസ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഈസിയായി സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അതാണ്ട് ഫ്രണ്ട് പോർഷന് നമ്മളൊരു 1/2 ഇഞ്ചും കൂടി ഇറക്കം കൂട്ടിയാണ് വെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്തതും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ വീഡിയോയും നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുട്ടികളുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കയറി കാണാം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നാണ്ട് ഇതുപോലെ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് കഴുത്ത് ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് വരച്ചെടുക്കുക. അപ്പം ബാക്ക് പീസിനെയും കാട്ടി കുറച്ചും കൂടി ലെങ്ത് കുറവ് മതി ഫ്രണ്ട് കഴുത്തുകൾ, മിക്കവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ എത്ര അളവെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കഴുത്തകലം ചിലവർക്ക് അധികം കഴുത്തകലം ഇല്ലാത്തവർക്ക് 1.5 ഇടുന്നവരുണ്ട്, 2 ഉണ്ട്, 2.5 ഉണ്ട്. അങ്ങനെ കഴുത്തകലം പല രീതിയിലാണ്. കഴുത്തകലം മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അളവെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബ്ലൗസിൻ്റെ അടിയിൽ നിന്നൊരു 4.5 ഇഞ്ച് ഞാനിപ്പം മാർക്ക് ചെയ്തത് കൂട്ടും 4 ഇഞ്ച് ഇപ്പുറത്തും ഈ സൈഡ് വരയ്ക്കുന്ന 4 ഇഞ്ചും 4.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കട്ടിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതി എളുപ്പമായൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. അധികം അളവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ കത്രിക വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് 4.5 ഇഞ്ചാണ് മേളോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ ലാസ്റ്റ് വരുന്ന ഈ പോർഷന് 4 ഇഞ്ചുമാണ് ഇറക്കി വരച്ചിട്ടുള്ളത്. ഇത് മാർക്ക് ചെയ്ത് ഇത് കണക്ക് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ടിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ കണ്ട ബ്ലൗസ് വെച്ച് നോക്കിയിട്ട് 1/2 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. 4 ഇഞ്ച് അടയാളപ്പെടുത്തില്ല, ആ ഒരു ഭാഗത്തു നിന്നാണ് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 2-3-4 പീസ്, ഒരു 3 പീസ് 2 സൈഡിലും വരുന്ന രീതി ഒരു 6 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തുണിയുള്ള എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു പോർഷനിൽ നിന്നൊക്കെ ഇത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിനി കൈയാണ് കട്ട് ചെയ്യുന്നത്. കൈ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി രണ്ടായിട്ട് മടക്കിയിട്ട് അതൊന്നും കൂടി മടക്കി 4 പീസാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കൈക്ക് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാനാണ് ഇങ്ങനെ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. നമ്മൾ സാധാ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുന്ന കൂട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാണ്ട കുറച്ച് മേളോട്ട് കയറ്റി വെക്കണം. നമുക്ക് തയ്യൽ മടക്കി അടിക്കാനുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ, അതിനുവേണ്ടി ലെങ്ത് സ്വല്പം നമ്മൾ കൂട്ടിയാണ് എടുക്കുന്നത്. മടക്കി അടിക്കുമ്പോൾ ഈ ഒരു കറക്റ്റ് ലെങ്ത് ആവും, ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസിൻ്റെ അത്ര ലെങ്ത് ആവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 1 മീറ്റർ ബ്ലൗസ് പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോർമലായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇടുന്ന കട്ടിങ് ബ്ലൗസാണ് ഈ ഒരു ബ്ലൗസ്. മറ്റ് ഡിസൈനും കാര്യങ്ങളും ഒന്നുമില്ലാതെ നോർമൽ ഒരു ബ്ലൗസാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കൈ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന കുറച്ച് തുണിയിൽ കട്ടിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹുക്കും ഐയും വെക്കുന്ന പടി ആ ഒരു ഭാഗം കട്ട് ചെയ്യണം. അത് ജസ്റ്റ് ഒരു റിബൺ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതിന് മുന്നേ ഉടുപ്പുകളിലും ഒക്കെ ചെയ്യുന്ന രീതി സാധാരണ രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതാണ്ട് ബാക്കി വരുന്ന പീസ് കൊണ്ട് ഇതുപോലെ കട്ടിങ് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ നമ്മൾ പാഡഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. സൈഡ് സിബ് വെച്ചിട്ടും ബാക്ക് ഓപ്പണും ഒക്കെ പല രീതിയിലുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ കയറി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊരു പ്ലേലിസ്റ്റ് ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ, അതും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് ടാറ്റാ ബൈ ബൈ.